ഹലോ ഗേസ്, ഞാൻ ട്രെയിൻ യാത്ര എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോയിൽ നോക്കി പറഞ്ഞത് എൻ്റെ മുഖത്ത് 2 മൂക്കുരു വന്നു. അപ്പോൾ ഞാൻ അതിക്കാനോട് പറഞ്ഞതാണ് കേട്ടോ. അതിന് ഇവുനെ സൂം ചെയ്തെടുത്തു. അതിന് ഉമ്മ ഉണ്ട്, ഇക്കടെ ഉമ്മ, ഇക്കടെ വാപ്പ. നമ്മളിങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. എൻ്റെ മാമ ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നിൽക്കുവാണ്. പിന്നെ അവിടെ ഒരു പ്രാവ് വന്നപ്പോഴത്തേക്ക് ഇവാമോൻ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ അതിന് നമുക്ക് ട്രെയിനൊക്കെ വന്നു. വന്ന പാടെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവുമോ ഫസ്റ്റിലേ തന്നെ ഉറങ്ങി. പിന്നെ ഇക്ക മുകളിലത്തെ ബർത്തിൽ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് മാമി മാമായൊക്കെ കിടന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റു. പക്ഷേ ഇവുമോ മാത്രം എണീറ്റില്ല, പതുക്കെയാണ് എണീറ്റത് കേട്ടോ. പിന്നെ മാമാക്കൊരു പടം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. 1000-ലൊരുവൻ പടം നല്ലൊരു സിനിമയായിരുന്നു, അതിരുന്ന് കണ്ടു. പിന്നെ മാമിയും മിക്കായൊക്കെ ഭയങ്കര സംസാരം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പുറത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു. എന്തൊക്കെയോ മാമി കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ പതുക്കെ ഇക്കടെ വീഡിയോയൊക്കെ എടുത്തു കേട്ടോ. ഇക്ക ഇങ്ങനെ ഇരുന്നിരുവാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനെടുത്തു. അവിടെ നല്ല ഇങ്ങനെ ഈ പോണ വഴിക്ക് ഇക്കടെ താത്താടെ സഹോദരിയുടെ നാട്ടിലാണ് പോകുന്നത്, ഹസ്ബൻഡിൻ്റെ നാട്ടിൽ കൊല്ലത്താണ് പോകുന്നത്. അപ്പോൾ അതോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവുമോൻ എണീറ്റു. അങ്ങനെ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഫേസ് തരാതെ, മനസ്സിലായി വീഡിയോ എടുക്കുവാണെന്ന്, അങ്ങനെ ഫേസ് തരാതെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് മാമി വിളിച്ചിട്ടും മാമ വിളിച്ചിട്ടൊന്നും പോയില്ല. ആരടുത്തും പോവാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചാരി കിടക്കുവാണ് കേട്ടോ. അതിന് നമ്മൾ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തി നമുക്ക് വൈകിട്ടാണ് ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇക്കാടെ മച്ചാടെ ഉമ്മാടെ ഒരു ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും എന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇവുമോനാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അവന് പറ്റിയ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവന് അതിൻ്റെ കൂടെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ, ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓതലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഓതലും ദുആയും ഒക്കെ കഴിഞ്ഞു. ഉമ്മാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവാനെ കാണാനില്ല. നോക്കിയപ്പോൾ ഇവാൻ ഇവിടെ കുഞ്ഞു പിള്ളേർ, അവൻ്റെ പ്രായത്തിനേക്കാൾ മൂത്തതാട്ടോ എല്ലാവരും. അതിൻ്റെയൊക്കെ കൂടെ നിന്ന് എനിക്കറിയില്ല എങ്ങനെ എണ്ണുന്നേന്ന് ഒളിച്ച് കളിക്കുവാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്.